ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പുതുതായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് ഫോർ ട്രേഡിംഗ് എന്നാണ്. ബേസിക്കലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിൽ എൻ്റെ മോഡലിൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ടെക്നിക്കൽസ്, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്വിംഗ് ഹൈസ് ലോസ്, പിന്നെ ഓർഡർ ബ്ലോക്സ്, അങ്ങനെ കുറേ ICT ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കോർ കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകാം. അപ്പം ആസ് ബിഗിനിങ് നമുക്കിന്ന് ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് തുടങ്ങാം. ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, ഈ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദിസ് ജേണി. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് ചാർട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി ക്ലീൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ട്രേഡിംഗ് വ്യൂ. ഓക്കെ, ട്രേഡിംഗ് വ്യൂ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് അടിക്കുക, അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അവിടെ തന്നെ നമുക്ക് കാണാം. ലൈക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക്ക് ആണെങ്കിൽ മാക്സ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇനിയിപ്പം സിസ്റ്റം ആക്സസിബിലിറ്റി ഇല്ലാത്ത സിസ്റ്റം യൂസ് ചെയ്യാൻ ഇപ്പോൾ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്യാം. സെയിം ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോണിൽ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, വിഷയമില്ല. ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. ഈസി പ്രോസസ്സ്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ചാർട്ടായിട്ട് വരിക. ഓക്കെ, നിങ്ങളുടെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുത്ത സാധനമാണ്. സോ യു ക്യാൻ ഡു ദ സെയിം. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, വാച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഇവിടെ വിഷ് ലിസ്റ്റ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചേഴ്സാണ് ചെയ്യുന്നത്. ഞാൻ നാസ്ഡാക്കും ES-ഉം എൻ്റെ മിനി കോൺട്രാക്റ്റും മൈക്രോ കോൺട്രാക്റ്റുമാണ് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് ആലോചിച്ചിട്ട് ലൈക്ക് ഇപ്പം ബോധറാവണ്ട, പയ്യെ നമുക്ക് അതിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് നമ്മൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നുള്ള സാധനം പറയാം. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് ഫ്രാക്റ്റലാണ്. ഫ്രാക്റ്റൽ ഇൻ ദ സെൻസ് ഇപ്പം എല്ലാ ടൈം ഫ്രെയിമിലും, അതായത് ഫസ്റ്റ് ഞാൻ ടൈം ഫ്രെയിം പറഞ്ഞുതരാം. ഓക്കെ, ഈ താഴെ കാണുന്ന ഈ ബാറാണ്, ഈ ഹൊറിസോണ്ടൽ ലൈനാണ്, ഇതാണ് പ്രൈസ്. അതായത് ഇപ്പോൾ പ്രൈസ് ഓപ്പൺ ആണ്, കണ്ടോ? പ്രൈസ് കുറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം പ്രൈസ് ഓപ്പണാണ്, ലൈവാണ് പ്രൈസ്. പിന്നെ ഇത് പ്രൈസ്, ഈ വെർട്ടിക്കലായിട്ടുള്ള ഭാഗത്തിന് റൈറ്റ് സൈഡിലുള്ളത് പ്രൈസാണ്. ഓക്കെ, അപ്പം ഈ ക്യാൻഡിൽ വരുന്നത് നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്നത് ഒരു 3 മിനിറ്റ് ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 മിനിറ്റ്, 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ഫേവറേറ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. അപ്പം പ്രൈസ് ഫ്രാക്റ്റലാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഡെയിലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഓക്കെ, ഇത് ഭയങ്കര കുറേ കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു ഡെയിലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നോക്കാം. അതായത് പ്രൈസ് ഇത് ഇന്നലത്തെ ക്യാൻഡിലാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഏരിയാസൊക്കെ മാർക്ക് ചെയ്ത് തരാം. ഇത് ഇന്നലത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ ക്യാൻഡിലോട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഹിസ്റ്റോറിക്കലി ഇന്നലെ പ്രൈസ് എവിടെയൊക്കെ പോയോ, എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തതെന്ന് കാണിക്കുന്ന ക്യാൻഡിലാണിത്. ഓക്കെ, അപ്പം ഈ ക്യാൻഡിൽ ഫസ്റ്റ് പ്രൈസിൻ്റെ ഫ്രാക്റ്റൽ മൂവ്മെൻറ്റ്, ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ഡെയിലി ക്യാൻഡിൽ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതാണ് ഞാൻ വരച്ചത്. എന്നിട്ട് പ്രൈസ് ഇവിടെ വരെ പോയി. എന്നിട്ട് പിന്നെ ഇവിടെ പോയി, പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തു. ഓൾറൈറ്റ്, ഈ സെയിം സംഭവം നമ്മൾ ഒരു 4 ഹവറിലേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ക്യാൻഡിൽ 4 ഹവറിലാണെങ്കിൽ അതിൻ്റെ സെയിം മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് 18 എന്ന് പറയുന്നത് 6
ഓക്കെ 6 to 5 ആണ്. അതാണ് മോർണിംഗ് 6 to ഈവനിങ് 5 ആണ് നമ്മുടെ നാസ്ഡാക്കിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ടൈം. ഓൾറൈറ്റ്. അപ്പം 6 ഓപ്പൺ ചെയ്തു, പ്രൈസ് ഇങ്ങനെ പോയി ഇങ്ങനെ കളിച്ചു, താഴെ പോയി, പിന്നെ മേലെ പോയി. ഇത് വിക്കാണ് കേട്ടോ. അതായത് ഡെയിലി ക്യാൻഡിലേക്ക് വരുമ്പോൾ വിക്കായിട്ട് വരുന്ന ഭാഗമാണിത്. അതായത് വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പോയിട്ടുണ്ട്, ബട്ട് പ്രൈസിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം, അതായത് ക്ലോസിങ് ടു ഹൈ, ഓപ്പണിംഗ് ടു ക്ലോസ്, ആ ഒരു ഏരിയ ആണ് ബോഡി എന്ന് പറയും, ഈ ഒരു പാർട്ട്. ഓക്കെ. അപ്പം നമ്മളിപ്പം 4 ഹവറിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ ഓപ്പണായി. നമുക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഓപ്പൺ എന്ന് കൊടുക്കാം. അവിടെ ഓപ്പണായി. ഇത് പ്രൈസിൻ്റെ ക്ലോസ്. പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പം ഇതിൽ കുറച്ചും കൂടി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇപ്പോൾ 1 ഹവറിലേക്ക് പോവുകയാണെങ്കിൽ സെയിം സാധനം, പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു, എന്നിട്ട് പ്രൈസ് to 5 ആണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്ന ടൈം. ഓക്കെ. അപ്പം ഇവിടെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതുവരെയുള്ള മൂവ്മെൻറ്റ്സ് ആ ഡേയിൽ സെയിം നമ്മൾ ഡെയിലി ക്യാൻഡിൽ കാണിക്കുന്ന സംഭവം തന്നെയാണ് ഇതിലും കാണുന്നത്. പക്ഷേ ഇത് സെഗ്രിഗേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഫ്രാക്റ്റൽ നാച്ചുറാണ് പ്രൈസിൻ്റെ കാണുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തു, താഴെ വന്നു, മേലെ പോയി, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെയാണ് പ്രൈസ് ഏറ്റവും കൂടുതൽ പ്രൈസിൻ്റെ പ്രസൻസ് ഉള്ളത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഇവിടെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബോഡി എന്ന് വിളിക്കുന്നത്. ഈ പാർട്ട് വിക്കായിട്ടാണ് കാണിക്കുക. പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഏരിയ, അതാണ് ഒരു ക്യാൻഡലിൻ്റെ ബോഡി. ഓക്കെ. ഈ സെയിം സാധനം നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 15 മിനിറ്റ്സിലേക്കോ 1 മിനിറ്റിലേക്കോ ഒക്കെ ആക്കുകയാണെങ്കിൽ ഓവറോൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഫ്രാക്റ്റൽ നാച്ചറാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വരാം. യു ക്യാൻ ലെറ്റ് മീ നോ. ഓക്കെ. സോറി അബൌട്ട് ദാറ്റ്. അപ്പം ഇനി നമുക്ക് പ്രൈസിൻ്റെ ബുള്ളിഷ്നെസ്സും ബാരിഷ്നെസ്സും, അതായത് ബുള്ളിഷ് ക്യാൻഡിൽ എന്താ, ബാരിഷ് ക്യാൻഡിൽ എന്താ നോക്കാം. ഓൾറൈറ്റ്. അപ്പം ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഓപ്പൺ ചെയ്തു, പ്രൈസ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ, എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, എന്നിട്ട് പ്രൈസ് ഓപ്പണിങ്ങിൻ്റെ മേലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബുള്ളിഷ് ക്യാൻഡിൽ, ദാറ്റ് ഫോംസ് എ ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓപ്പൺ ചെയ്തു, ഹയർ ക്ലോസ്. അപ്പം ഈ ബാക്കിയുള്ള ഏരിയ അതാണ് ക്യാൻഡിലിൻ്റെ വിക്കായിട്ട് കാണിക്കുക. അത് ഇവിടെ വരെ പ്രൈസ് പോയി, പ്രൈസ് പോയ ഏരിയ ആണിത്. അതായത് ഇതുപോലത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടല്ല, ഓപ്പൺ ഹയർ ക്ലോസ്, അതാണ് ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഈ സാധനം കണ്ടോ, ഇത് ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇതിന് വിക്കേ ഇല്ലല്ലോ, ഇതിന് ആ വര ഇല്ല താഴോട്ടുള്ള. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു, പ്രൈസ് പിന്നെ താഴോട്ട് പോയിട്ടില്ല, പിന്നെ ജസ്റ്റ് മേലോട്ടാണ് പോയത്. എന്നിട്ട് പ്രൈസ് മേലെ പോയി കുറച്ച് താഴോട്ട് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. മനസ്സിലായോ? വലുതായി കാണിച്ചു. ഇവിടെ ഓപ്പൺ ചെയ്തു, പ്രൈസ് മേലോട്ട് പോയി, എന്നിട്ട് താഴെ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് മേലോട്ട് മാത്രം വിക്ക് വരുന്നത്, താഴോട്ട് വിക്കില്ലാത്തത്. ഓക്കെ. ഇപ്പം ഇതാണ് ബുള്ളിഷ് നേച്ചർ. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ബാരിഷ്. ബാരിഷ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ, പ്രൈസ് എങ്ങനെയെങ്കിലും മൂവ് ചെയ്യട്ടെ, പ്രൈസിന് ഇഷ്ടമുള്ള പോലെയാണ് നേച്ചർ. ഓപ്പൺ, പ്രൈസ് ഇഷ്ടമുള്ള പോലെ. ഞാൻ റാൻഡമായിട്ട് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ എങ്ങനെ വേണമെങ്കിലും പ്രൈസിന് മൂവ് ചെയ്യാം ഇഷ്ടമുള്ള പോലെ, അതുകൊണ്ടാണ്. ഇതിന് പ്രൈസ് എന്ത് ചെയ്തു, ലോവർ ക്ലോസ് ചെയ്തു. ഓക്കെ. ലോവർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഓപ്പൺ, ലോവർ ക്ലോസ്, കണ്ടോ.
റെഡായിട്ട് കാണിക്കും. പൊതുവേ നിങ്ങൾ തുറക്കുമ്പം തന്നെ ഫസ്റ്റ് എന്തായാലും ഗ്രീനും റെഡും ആയിരിക്കും ക്യാൻഡിൽസിൻ്റെ കളർ. ഇതിൻ്റെ വിക്സ് എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ പ്രൈസ് മൂവ് ചെയ്തു, ഇവിടെ വരെ വിക്ക് വന്നു. ഈ കേസിലാണെങ്കിൽ ഇവിടെ വരെ മൂവ് ചെയ്തു, അവിടെ വിക്ക് വന്നു. ഓക്കെ, അതാണ് ബുള്ളിഷ് ക്യാൻഡിലും ബാരിഷ് ക്യാൻഡിലും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ഹയർ ക്ലോസ്. ഓക്കെ, സാധനം ബാരിഷ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലോവർ ക്ലോസ്. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷും ബാരിഷും തമ്മിലുള്ള വ്യത്യാസം. കളറിൽ വ്യത്യാസമില്ല, അത് ഓരോരുത്തരുടെ ചാർട്ടിൽ ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, പിന്നെ വിക്ക് നമ്മൾ പറഞ്ഞു, പിന്നെ ബാരിഷ്നെസ്സും ബുള്ളിഷ്നെസ്സും നമ്മൾ സംസാരിച്ചു. ഇനിയുള്ളതെന്ന് പറയുന്നത് പവർ ഓഫ് 3. ജസ്റ്റ് ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വേണ്ട, എന്നാലും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് എപ്പോഴും ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറഞ്ഞൊരു റൂളുണ്ട് പ്രൈസിന്. അത് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ താഴോട്ട് തന്നെ പ്രൈസ് ഇപ്പം ഒരു വൃത്തിയിലൊരു സാധനം കാണിച്ചിട്ടാണ്. ഇപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഒബിയസ്ലി ഇത് ഇവിടെ ഓപ്പൺ ലോവർ ക്ലോസ്. അപ്പോൾ ഇതൊരു ബാരിഷ് ക്യാൻഡിലാണ്. പക്ഷേ പ്രൈസ് ഒറ്റയടിക്ക് ബാരിഷ് ആയിട്ട് പോവല്ല. അതായത് ഇപ്പം ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ കാണിക്കുമെങ്കിലും നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പം പ്രൈസ് എപ്പോഴും എന്താ പറയുക, പ്രൈസിന് ഒരു ഫ്രാക്ടൽ നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പം പ്രൈസ് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീമിയം ഡിസ്കൗണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട്, അതായത് പ്രൈസ് ഓപ്പൺ ചെയ്തു, ഡിസ്കൗണ്ടിലേക്ക് വന്നു, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിലേക്ക് വന്നു, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിലേക്ക് വന്നു, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിൽ വന്നു, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിൽ വന്നു, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിൽ വന്നു, പ്രീമിയത്തിൽ പോയി. ഇനിയിപ്പോൾ പ്രൈസിന് താഴോട്ട് തന്നെ പോകേണ്ടത് വെച്ചെങ്കിൽ പ്രൈസ് താഴോട്ട് പോകും, മേ ബി ഇങ്ങനെ പോകാം. ഓർ പ്രൈസിന് മേലോട്ട് പോകണമെങ്കിൽ പ്രീമിയത്തിൽ വരും, ഡിസ്കൗണ്ടിൽ വരും, പ്രീമിയത്തിൽ വരും, ഡിസ്കൗണ്ടിൽ വരും. അങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക. പ്രൈസ് എപ്പോഴും ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രൈസിൻ്റെ ഒരു ബേസിക് നേച്ചർ. അതാണ് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് മേടിച്ചിട്ട് കൂടുതൽ പൈസയ്ക്ക് വിൽക്കാനല്ലേ നമ്മൾ നോക്കുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ടിൽ മേടിച്ച് പ്രീമിയത്തിൽ വിൽക്കുക. അതായത് പ്രൈസ് മേലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയില്ല. അതൊരു ബുള്ളിഷ്നെസ്സാണ്. അപ്പം ബെയറിഷ്നെസ് ആണെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ മേടിച്ചിട്ട് ഡിസ്കൗണ്ടിൽ വിൽക്കും. ഓക്കെ, അത് പ്രൈസിൻ്റെ ഒരു നേച്ചറാണ്. അതായത് പ്രീമിയം ടു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടു പ്രീമിയം. ഈ ഒരു സംഭവം പ്രൈസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രൈസ് അങ്ങനെയാണ് മൂവ് ചെയ്യുക. ഒറ്റയടിക്ക് പ്രൈസ് മൂവ് ചെയ്യില്ല. ആ ഒരു ബാലൻസിനെസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഫെമിനാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഇതിപ്പം ഈ ഒരു സ്വിങ് ഹൈറ്റ് നോക്കിയാൽ പ്രൈസ് ഡിസ്കൗണ്ടിൽ നിന്ന് പ്രീമിയത്തിൽ പോയി. അതേ സാധനം ഇപ്പോൾ നമ്മൾ എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും പ്രൈസിന് ആ ഒരു നേച്ചർ ഉണ്ടാവും. പ്രീമിയത്തിൽ വന്ന് ഡിസ്കൗണ്ട് പോയി, പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിൽ വന്ന് പ്രീമിയത്തിൽ പോയി, ഡിസ്കൗണ്ടിൽ വന്നു പ്രീമിയത്തിൽ പോയി. ആ ഒരു നേച്ചർ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഒറ്റൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അത് പവർ ഓഫ് 3 എന്ന് പറയുന്ന സാധനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ICT-യുടെ കൺസെപ്റ്റാണത്. പവർ ഓഫ് 3 എന്ന് പറയുന്നത് പ്രൈസ് മൂവ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യും, അക്യുമുലേഷൻ, എന്നിട്ട് മാനിപ്പുലേഷൻ, എന്നിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ പ്രൈസ് എപ്പോഴും അക്യുമുലേറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ അവരുടെ ട്രേഡ്സിൻ്റെ എസ് എൽ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വോളിയം കിട്ടാൻ വേണ്ടി, അവിടെ നിന്നൊക്കെ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി പ്രൈസ് ഫസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ടാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിന് പവർ ഓഫ് 3. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ഫ്രാക്ടൽ നേച്ചറായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ ബെയറിഷ് നേച്ചറുള്ള സംഭവത്തിന് സപ്പോസ് ഇതിന് പകരം പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തെന്ന്, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതെന്ന് വെച്ചേക്കുക. അപ്പം അക്യുമുലേറ്റ് ചെയ്തു പ്രൈസ്, എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസിന് താഴോട്ട് പോകണമെങ്കിൽ ഒറ്റയടിക്ക് പോയാൽ മതി. പക്ഷേ പ്രൈസ് ആയതിന് പകരം ഈ അക്യുമുലേറ്റ് ചെയ്തു, പ്രൈസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു, എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു, എന്നിട്ടാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന് പോകേണ്ട സ്ഥലത്തേക്ക് പോയത്. കണ്ടോ? അപ്പം ആ ഒരു സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക്കിനെ പറ്റി മനസ്സിലാക്കിയെങ്കിൽ ലൈക്ക് യു ഗോട്ട് എവറിത്തിങ് യു നീഡ് ഇൻ ദിസ്. ഓക്കെ, പാരിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ലോവർ ക്ലോസ്, ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹയർ ക്ലോസ്, വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മൂവ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി, ലൈക്ക് പ്രൈസ് താഴോട്ട് മേലോട്ട് മൂവ് ചെയ്തിരിക്കുമെങ്കിൽ ഈ ഓപ്പണിൻ്റെയും ക്ലോസിൻ്റെയും അല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന, അല്ലാതെ അതിൻ്റെ പുറത്ത് വരുന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പയ്യെ നെക്സ്റ്റ് കൺസെപ്റ്റ്സിലേക്ക് പോകും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇമ്പ്രൂവ് ചെയ്ത്, ലൈക്ക് ഇഫ് യു വാണ്ട് സംതിങ് മോർ ഇൻ ഡീറ്റെയിൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, just let me know. I'll try my best to do that. Okay, thank you for watching. Bye for now.